വീക്കെൻഡ് ഇൻ ടൈപ്പ് ഒരു ആക്ഷൻ സിനിമയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. സ്ട്രിക്ട്ലി ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നതിനകത്തൊരു സീൻ കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു ഫെറാറിയുടെ സീനുണ്ട്. ഒരു ചുവന്ന ഫെറാറി നായിക വാങ്ങാനായിട്ട് പോകുന്നൊരു സീനുണ്ട്. ആ സീൻ കണ്ടപ്പോഴാണ് ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് തോന്നിയിട്ട് സിനിമ കാണാൻ പോയത്. പക്ഷേ ആ ഒരു സീൻ ഭയങ്കര വെർത്താണ്. അല്ലാണ്ട് സിനിമ അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല. നമ്മൾ ഈ തേർഡ് ആക്റ്റൊക്കെ ആകുമ്പോൾ മറ്റേ അഡ്രിനാലിൻ റോളർ കോസ്റ്റർ അതൊന്നും സാധനങ്ങളൊന്നുമില്ല. ആസ് എക്സ്പെക്റ്റഡ് നമ്മൾ ഇത്രയും നാൾ എന്താണോ ആക്ഷൻ സിനിമ, കോമഡി പ്ലസ് ആക്ഷൻ സിനിമകളൊക്കെ അല്ലേ, അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എന്താണോ സെയിം പാറ്റേൺ ഓഫ് സ്റ്റോറി തന്നെയാണ്. അങ്ങനെ അത് പറഞ്ഞു പോകുന്നു. ഒരു ടിപ്പിക്കൽ ആക്ഷൻ സിനിമ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പയിലെ ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ്, ഭയങ്കര റിച്ചായിട്ടുള്ള ബിസിനസ് മാൻ, കോങ് എന്നാണ് പേര്. പുള്ളിക്കാരൻ്റെ ബിസിനസ്സും പുള്ളിക്കാരൻ്റെ കുറച്ച് ഇല്ലീഗൽ ബിസിനസ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ കേസ് അന്വേഷിക്കുക, അല്ലെങ്കിൽ ആ ഒരു കേസുമായിട്ട് ഈ പുള്ളിയുടെ ഇല്ലീഗൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ സാധനം പുള്ളി എങ്ങനെ തകർക്കാമെന്ന് നോക്കുന്ന ഒരു DEA ഏജൻറ്റും പുള്ളിക്കാരൻ്റെ പാസ്റ്റും അത് ഇവരുമായിട്ടൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി. അതിനകത്ത് നായകനുമായിട്ടുള്ളതും വില്ലനുമായിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് ഭയങ്കര ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട് കുറേ സ്ഥലങ്ങൾ. പ്രത്യേകിച്ച് ഈ നായകൻ്റെ പാസ്റ്റ് കാണിക്കുന്ന 15 വർഷത്തെ മുമ്പുള്ള കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ കുറച്ച് മിസ്സിങ് എലമെൻറ്റ്സ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന്. അതായത് ഇത് 1.25 മണിക്കൂർ നമുക്ക് ഈ പടം തീർക്കണം, അതിന് മുമ്പ് ഇതിനെല്ലാം പറഞ്ഞു പോകണമല്ലോ. അപ്പം നായകൻ്റെ ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് നമ്മൾ ഒരു പാട്ടിലൊക്കെ തീർക്കില്ലേ, മലയാള സിനിമയിൽ ഒരു പാട്ടിൽ തീർക്കുന്ന പോലെ ഇവരൊരു റൊമാൻറ്റിക് സീനിൽ അല്ലെങ്കിൽ 2 റൊമാൻറ്റിക് സീനിൽ കഥ പറഞ്ഞ് തീർക്കുന്ന ഫീലോടുകൂടി ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടാണ്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ സിനിമകളിലും കാണാറുള്ള പോലെ തന്നെ നമ്മൾ യൂഷ്വലി കാണുന്ന എന്താണ്, ലെവറേജായിട്ട് വില്ലനൊരു സാധനം കിട്ടുന്നു, അത് വെച്ച് വില പേശുന്നു, അതിന് നായകൻ പോകുന്നു, നായിക പോകുന്നു, വില്ലൻ അടി ഉണ്ടാകുന്നു, അവസാനം യൂഷ്വലി കാണാം. സ്പോയിലറൊന്നുമല്ല ഇതിന്, പ്രത്യേകിച്ച് സ്പോയിലറായിട്ടൊന്നും പറയാനില്ല. അവസാനം വില്ലനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. ആ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഹാപ്പി എൻഡിങ് എഴുതി കാണിച്ച് എങ്ങനെയായിരുന്നു ശുഭദിനം അല്ലല്ലോ, അവസാനം എഴുതുന്നത് ഹാപ്പി എൻഡിങ്ങിന് മലയാളത്തിൽ പറയാനല്ലോ പണ്ട് ശുഭപര്യാപ്തി എന്ന് എഴുതി കാണിച്ച് സിനിമ തീരുന്ന രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു വൺ ടൈം വാച്ചബിൾ, നിങ്ങൾക്ക് ഒരു തവണ കാണാൻ ഒരു ആക്ഷൻ സിനിമകളൊന്നുമില്ല പുതിയത്, എന്നാൽ പിന്നെ കാണാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഓക്കെ, ഇന്നത്തെ ആക്ഷൻ സീക്വൻസുകളൊക്കെ അത്യാവശ്യം. ഇതിനകത്തൊരു ഹോട്ടലിലെ ഫൈറ്റ് സീനുണ്ട്, അത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ നായികയുടെ ഒരു കാർ ചേസിങ് സീനൊക്കെ ഉണ്ട്. നായികയുടെ കാർ ചേസിങ് സീനൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക് എനിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. നായകൻ്റെ ഫ്ലാഷ് ബാക്ക് ഇവരുടെ ഒരു പാസ്റ്റ് സ്റ്റോറി കാണിക്കുന്ന സാധനമുണ്ട്, അപ്പോൾ അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ ഒരു ഫൈറ്റ് സീൻ കൊള്ളായിരുന്നു. ഫൈറ്റ് സീൻ എന്നൊന്നും അതിനെ പറയാനായിട്ട് വരുന്നതല്ല, ഷൂട്ട് ഔട്ട് സീനാണ്. അത്ര ഭയങ്കര ഗംഭീര സാധനങ്ങളൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന രീതിയിൽ കാണാൻ പറ്റുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കാണുക. ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമൊന്നുമില്ല. നിങ്ങൾ പോയി കാണുക, സൂപ്പർ സിനിമയാണെന്ന് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക, അത്രേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനായിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നുള്ളൊരു സാധനം വരും. അപ്പം വീക്കെൻഡ് ഇൻ ടൈപ്പ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആണെന്നുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ. ബൈ ഗൈസ്.